നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. കിണറ്റിൽ വീണ കാട്ടാനയെ കിണറ്റിൽ തന്നെ മണ്ണിട്ട് മൂടണമെന്ന് PV അൻവർ. കേരളം തുറന്നിട്ട മൃഗശാലയായി മാറിയെന്നും ജനവാസ മേഖലയിൽ വനം വകുപ്പ് ആനയെ മേയാൻ വിടുന്നു എന്നും അൻവർ പറഞ്ഞു. കേരളം മൊത്തത്തിൽ ഒരു തുറന്നിട്ട എന്താ പറയാ മൃഗശാലയായിക്കൊണ്ടിരിക്കുന്നത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്, മൃഗങ്ങളുടെ സ്വന്തം നാടായി മാറുന്ന അവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്. ഇപ്പോൾ ഇത്രയും മനുഷ്യവാസ പ്രദേശം നിങ്ങൾ കാണുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നത് 50 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്നത് ഇവിടുത്തെ അംഗൻവാടിയാണ്. ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ആനകളെ മേയാൻ വിടുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ആളുകളെ ചവിട്ടിക്കൊന്നാൽ അപ്പം കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയ 5 ലക്ഷം ഉണ്ട്. അതിന് ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥ ഇവിടെ തുടരാൻ അനുവദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ മലയല്ല, പൂർണ്ണമായിട്ട് മനുഷ്യർ ജീവിക്കുന്ന, പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇതിനെ ഈ രീതിയിൽ, അതുകൊണ്ടാണ് 1972 വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് പറയുന്നത്. അത് മാറ്റം വരുത്താതെ ഒരു മാർഗവുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി എല്ലാ ട്രൗസർ ഇട്ട ഓഫീസർമാരും ട്രൗസർ ഇടാത്ത ഓഫീസർമാരും ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഒരു JCB കൊണ്ടുവരും, ഇത് കീറും, ആനയെ കയറ്റിവിടും. ആ രീതിയിൽ ഇനി ഈ പ്രദേശത്ത് ഇത് കയറ്റിവിടാൻ അനുവദിക്കില്ല. മനസ്സിലായില്ലേ? എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണം. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലേണ്ടവനെ വെടിവെച്ച് കൊല്ലണം. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പൊ ആനയെ രക്ഷപ്പെടുത്താനാ ഇന്നലെ ഒന്നായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാർ ഇടുക്കിയിൽ എവിടെയാണ് ഏതോ ആനക്ക് ചെറിയൊരു മുറിവ് പറ്റിയാണ് ആതിരപ്പള്ളിയിൽ. ആ മുറിവ് ഉണക്കാൻ നടക്കുക. മനസ്സിലായോ? അപ്പൊ അതിനൊരു കുഴപ്പമില്ല. മനുഷ്യരെ ചവിട്ടി കൊന്നാൽ, ഇപ്പൊ ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഒന്നുമില്ല, 5 ലക്ഷം തന്നിട്ട് അവർ പോകും. ഇത് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കേണ്ട സ്ഥിതിയാണ്. കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസും പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത്. ജനങ്ങൾക്ക് സംരക്ഷണമില്ലാത്ത ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന് ആവശ്യമില്ല. ഇതൊരു ദുരന്തമായി മാറുകയാണ്. ഈ ആന കൊണ്ടും മൃഗങ്ങൾ കൊണ്ടുള്ള ഭീകരത സൃഷ്ടിക്കാൻ അതിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഓഫീസർമാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് ജനമാണ് ഇതിനെ ഏറ്റെടുക്കേണ്ടത്. ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ ഇവരുടെ എണ്ണം കുറക്കണം. ഇപ്പൊ മുടക്കൊന്നുമില്ല, ഒരു JCB ഒന്ന് അരമണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം തീർക്കാം. അപ്പോൾ ഈ നാട്ടിലെ ഒരു മലയോര കർഷകൻ എന്ന നിലക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇത് വെടിവെച്ച് കൊല്ലണം, കുഴിയിൽ വീണനെ മണ്ണിട്ട് തൂർത്ത് കൊല്ലണം. ഇതന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ വിഷയത്തിൽ. ഇതിലിപ്പോ ഈ നാട്ടുകാര് ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യം അതിനെ മയക്കുടി വെച്ച് ഫോറസ്റ്റിലേക്ക് ഉൾവനത്തിൽ കൊണ്ടുപോകണമെന്നാണ്. അതിന്റെ ഒരു പ്രായോഗികത അല്ല എന്ന് വനം വകുപ്പും പറയുന്നു. അപ്പം ഈ ഒരു അതിലെന്താ പ്രായോഗികത കുറവെന്ന്? ഒരു വെടി വെച്ച് അതിനെ മയക്കിയാൽ വണ്ടി കയറ്റി കൊണ്ടാവല്ലോ. അതും ഇതൊരു കുട്ടിയാനയാണ്. ഇതിന് വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വണ്ടി കയറ്റാനുള്ള പ്രയാസങ്ങളൊന്നും അതിലില്ല. അല്ല, പരിക്കേറ്റെടുക്കാൻ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചികിത്സിക്കട്ടെ. ഇവിടെ കാട്ടിലല്ലേ കയറ്റിയിട്ടുണ്ടത്. ഇവിടെ കാട്ടിൽ കയറ്റിവിട്ട് അതിന്റെ പരിക്ക് മാറൂലല്ലോ. അപ്പൊ അവരുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോട്ടെ. ഇനി ചികിത്സിക്കണമെങ്കിൽ കൊണ്ടുപോയിട്ട് അവരുടെ എവിടെയാ കേന്ദ്രം വെച്ചാൽ അവിടെ കൊണ്ടുപോയി ചികിത്സിക്കട്ടെ. ജനവികാരത്തിനൊപ്പം വനംവകുപ്പ് മാറണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ജനവികാരത്തിനൊപ്പമല്ല, മൃഗങ്ങളുടെ ഒപ്പമാണ് വനംവകുപ്പ്. അപ്പൊ പൂർണ്ണമായിട്ടും മനുഷ്യരെ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത് ആവർത്തന വിരസത. എന്താണ് ഈ ചങ്ങാതി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഈ പശ്ചിമഘട്ടത്തിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം. ഇവിടെയൊക്കെ കാടാവണം. അപ്പൊ എന്താ, നിയമം കൊണ്ട് അത് ഇറക്കാൻ കഴിയില്ല. അപ്പൊ ഈ മൃഗങ്ങളുടെ ശല്യം സഹിക്ക വഴിയാതെ പല സ്ഥലത്തും ഇപ്പൊ കിട്ടുന്ന വിലക്ക് വിറ്റുപോവാണല്ലോ. കിട്ടുന്ന വിലക്ക് വാങ്ങാനില്ല. 1 കോടി വരെയുള്ള പ്രോപ്പർട്ടി 10 ലക്ഷം കിട്ടിയാൽ കൊടുക്കാൻ കർഷകർ തയ്യാറായി നിൽക്കുകയാണ് ഈ മലയോര മേഖലയിൽ. ഇവരുടെ ആവശ്യം അതാണ്. അത് നിർബാധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എന്താ പറയാ, മായം ചേർക്കാനും കുറച്ചും കൂടി ശക്തി പകരാനും ഫോറസ്റ്റിന് അമിതാധികാരം നൽകാനായിരുന്നു ഇപ്പൊ വന്നിരുന്ന പുതിയ അമെന്റ്മെന്റ് ബില്ല്. എന്തേ സർക്കാർ പിൻവലിക്കൂല എന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്തിനാണത് കൊണ്ടുവന്നത്? അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ല, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കൊന്ന് പ്രതികരിക്കാനുള്ള ശേഷി പോലും ഇല്ലാതാക്കിയിരുന്ന ബില്ലാണത്.
അപ്പോൾ ഓരോ ഘട്ടവും ഓരോ സ്റ്റെപ്പും ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് ജനങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിയമം എന്ന് പറയുന്നത് ഇവിടുത്തെ പാർലമെന്റും നിയമസഭയും നിർമ്മിക്കുന്നതാണ്. കാലോചിതമായി നിയമങ്ങളിൽ മാറ്റം വരുത്താറുണ്ട്. മാറ്റം വരുത്താവുന്ന നിയമം മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? അതാ പറയുന്നത്, ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.